ഒരു ഗെയിമൊക്കെ ബിൽഡ് യൂസ് ചെയ്യുന്ന ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു ഹൈ പെർഫോമൻസ് ആണ്, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിമാണ് വേണ്ടെങ്കിൽ നമ്മൾ മെയിൻലി യൂണിവേഴ്സൽ ആണ് ചൂസ് ചെയ്യുന്നത്. അതല്ല, ഇൻ കേസ് ഗ്രാഫിക്സ് ആണ് നമ്മുടെ എയിം എങ്കിൽ ഹൈ ഡെഫിനിഷൻ 3D ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഡെഫിനിഷൻ 3D ആണെങ്കിൽ പക്ഷെ നമുക്ക് നല്ല പെർഫോമൻസ് ഉള്ള സിസ്റ്റം വേണ്ടി വരും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഐ മീൻ ചെറിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ഹെപ്റ്റിക് പ്രൊജക്റ്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സിസ്റ്റം ഇല്ലെങ്കിൽ അത് ലാഗ് വരും. ഓക്കെ സോ നമ്മൾ ജസ്റ്റ് എല്ലാവരും ക്രിയേറ്റ് പ്രൊജക്റ്റ് ചെയ്യുക, പ്രൊജക്റ്റ് ഓപ്പൺ ആയെന്ന് കൺഫേം ആക്കുക. സോ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നാൽ ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഇത് കിട്ടിയില്ലേ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടോ. ഓക്കെ ഫൈൻ. നമ്മളിപ്പോ യൂണിവേഴ്സൽ 3D ആണ് എടുക്കുന്നത്. നിങ്ങളത് ഏതാണ് എടുത്തത്? ഇപ്പം ബിൽട്ടിൻ ആണ് അല്ലെങ്കിൽ ഹൈ ഡെഫിനേഷൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോർ നൗ ജസ്റ്റ് ബിൽഡിംഗ് ഒക്കെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ബട്ട് അതിന്റെ സെറ്റിങ്സും അങ്ങനെയുള്ള കുറച്ച് ബാക്ക് എൻഡ് കാര്യങ്ങളാണ് അതിൽ ചേഞ്ച് വരുന്നത്. നമ്മളല്ലാതെ ഇപ്പം ഇത് പഠിക്കാനാണെങ്കിൽ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സലാണ്, URP എന്ന് പറയും. സോ ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹൈറാർക്കി ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഗെയിമിന് വേണ്ട ഒബ്ജക്ട്സ് ഒക്കെ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടറിൽ കാണാൻ പോകുന്നത്, റൈറ്റ് സൈഡിലുള്ള ബ്ലാങ്ക് സ്പേസിൽ. പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട്, സീൻ ആൻഡ് ഗെയിം. സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടെ ബിൽഡ് ചെയ്യുന്നത് അത് ഈ സീനിലാണ് കാണാൻ പോകുന്നത്. ആൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ടാണ് കാണാൻ പോകുന്നത്. പിന്നെ താഴെ അസെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട്. അസെറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ഒരു കളർ കൊടുക്കാനാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കാണുന്നത്. ഓക്കെ സോ നമുക്ക് ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? യൂണിറ്റി ആരെങ്കിലും ട്രൈ ചെയ്തായിരുന്നോ? ഓക്കെ സോ ലെഫ്റ്റ് സൈഡിൽ ഹെറാർക്കിയിൽ ഈ ഒരു ബ്ലാങ്ക് ഏരിയയിൽ പോയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ 3D ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒരു ക്യൂബ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഇപ്പൊ ഒരു ക്യൂബ് ജനറേറ്റ് ആയിട്ടുണ്ടാവും, ബട്ട് നിങ്ങളത് കാണുന്നുണ്ടാവില്ല. സോ അത് വിസിബിൾ അല്ലെങ്കിൽ ക്യൂബ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ F ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം വേറെ എവിടെയാണ് ഉള്ളതെങ്കിൽ. ഓക്കെ സോ നമ്മൾ ഹെറാർക്കിയിൽ ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ 3D ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ എടുക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും. ഇതിൽ ക്യൂബ്, അപ്പോൾ ഒരു ക്യൂബ് ജനറേറ്റ് ആവും. ഇൻ കേസ് അത് ദൂരെയാണ് അല്ലെങ്കിൽ കാണുന്നില്ല എന്നാണെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് ഈ സ്ക്രീനിൽ തന്നെ ക്യൂബ് ക്ലിക്ക് ചെയ്യാം. ഇൻ കേസ് അത് ദൂരെ കാണുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് അത് കാണുന്നേ ഇല്ല എങ്കിൽ ഇവിടെ പോയിട്ട് ഹെറാർക്കിയിൽ ആ ക്യൂബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിക്ക് എസ് ബട്ടൺ. പ്രൊജക്റ്റ് ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും, കുഴപ്പമില്ല. ഓക്കെ സോ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയണോ? ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ഹെറാർക്കി എന്ന് പറഞ്ഞ ടാബ് കാണുന്നില്ലേ? ഇതാണ് ഹെറാർക്കി, ഈ ഒരു ടാബ്.
മെയിൻ ക്യാമറ, ഡയറക്ഷണൽ ലൈറ്റ്, ഗ്ലോബൽ വോളിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അതിൽ 3D ഒബ്ജക്റ്റ്, അവിടെ ക്യൂബ്. ഇപ്പൊ കാണുന്നില്ലേ? നേരത്തെ വിസിബിൾ അല്ലായിരുന്നു. ദിസ് വൺ ക്യൂബ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ക്യൂബ് ലോഡ് ആവും. സോ ഇപ്പൊ ക്യൂബ് നിങ്ങളുടെ സ്ക്രീനിൽ വിസിബിൾ അല്ലെങ്കിൽ ഇവിടെ ഹെറാർക്കിയിൽ ആ ക്യൂബ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ക്യൂബിലോട്ട് പോകും. മനസ്സിലായില്ലേ? സോ ഇതെങ്ങനെ നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യു കൻ യൂസ് ദ മൗസ് സ്ക്രോൾ വീൽ. സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൗസ് മിഡിൽ കീ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ യു കൻ ജസ്റ്റ് മൂവ് ലൈക്ക് ദിസ് മൗസ് ബട്ടൺ. പിന്നെ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഹോൾഡ് ചെയ്താൽ മതി, ഇങ്ങനെ യു ക്യാൻ മൂവ് അറൗണ്ട്. ഓൾട്ട് ആൻഡ് മൗസ് ലെഫ്റ്റ് ബട്ടൺ. ഓക്കെ അല്ലേ? സോ നമുക്കിപ്പോൾ ഒരു ക്യൂബ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നിങ്ങളിവിടെ ക്യൂബ് ജനറേറ്റ് ആയ ഇവിടെ ഒരു ആക്സിസ് കാണുന്നുണ്ടാവും, ഒരു റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആക്സിസ് കാണുന്നുണ്ടാവും. ഇത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഇതിന്റെ ഇൻസ്പെക്ടറിൽ നോക്കുമ്പോൾ ഇവിടെ മുകളിൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പൊസിഷൻ, റൊട്ടേഷൻ ആൻഡ് സ്കെയിൽ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ പൊസിഷൻ ആണ്. ഈ സീനിൽ ക്യൂബ് എവിടെയാണ് ഉള്ളതെന്നാണ് അത് വെച്ച് നോക്കുന്നത്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ ഓറിയന്റേഷൻ ആണ്. പിന്നെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ സൈസ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെ മൂവ് ചെയ്യുന്ന വെച്ചാൽ ഈ ആക്സിസ് പിടിച്ച് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മൂവ് അറൗണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ XYZ ആക്സിസ്. നമ്മൾ ഇതിൽ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യൂബ് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. ലൈക്ക് ഈ ട്രാൻസ്ഫോമിൽ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടറിൽ ട്രാൻസ്ഫോമിൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ലെറ്ററിന്റെ അവിടെ പോയാൽ യു ക്യാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യും. ഓർ യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ നമ്പർ. ഓക്കെ, ഇൻ കേസ് അത് കാണുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലൊരു 3 ഡോട്ട്സ് ഉണ്ടാവും. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റീസെറ്റ്. ഇപ്പൊ നമ്മൾ പറയുന്ന ട്രാൻസ്ഫോം ആണ്. അതായത് ട്രാൻസ്ഫോമിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ്. പിന്നെ റൊട്ടേഷൻ ആണെങ്കിൽ കീബോർഡിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അപ്പൊ നിങ്ങളുടെ ആക്സിസ് മാറും. ഓക്കെ, ഈ ബട്ടൺ. സോ ഇനി നിങ്ങൾ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൊട്ടേറ്റ്. or you can change here. സോ ഇനി സ്കെയിൽ ചെയ്യാനാണെങ്കിൽ
ഓക്കെ, ഇത് നമ്മൾ ഇനിയിപ്പം നിങ്ങളുടെ ഓറിയന്റേഷൻ മാറിപ്പോയി എന്ന് വിചാരിക്കുക. അത് റീസെറ്റ് ചെയ്താൽ മതി. ഇവിടെ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് റീസെറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബാക്ക്. ആൻഡ് ഇനി സ്കെയിൽ ചെയ്യാനാണെങ്കിൽ ആർ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആക്സിസ് ഇങ്ങനെ വരും. സോ യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദിസ് ലൈക്ക് ദിസ്. ഇനി തിരിച്ച് പൊസിഷനിലോട്ട് തന്നെ പോകണമെങ്കിൽ W ബട്ടൺ. ഓക്കെ, ഷോർട്ട് കീസ് അതാണ് WER ഫോർ ട്രാൻസ്ഫോം. അത് ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടായിരിക്കലും. റീസെറ്റ് റൈറ്റ് സൈഡിൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ. ഇൻ കേസ് കാണുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഇങ്ങനെ ബ്ലാങ്ക് ആണെങ്കിൽ ജസ്റ്റ് ആ ക്യൂബ് ക്ലിക്ക് ചെയ്യുക. ക്യൂബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സോ ഇവിടെ റൈറ്റ് സൈഡിൽ ട്രാൻസ്ഫോമിൽ ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ തിരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് WE&R ഇതാണ് ഹോട്ട് കീസ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് വേറെയും ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 3D ഒബ്ജക്റ്റിൽ you can create a sphere, you can create a cylinder, undo ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ സെറ്റ്, undo, control Y redo. Okay, can create a plane. ഇതുവരെ കിട്ടിയില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് യൂണിറ്റിയിൽ തന്നെ ഉള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന് കളർ കൊടുക്കാൻ പറ്റും. സോ കളർ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ താഴെ അസെറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ ഇവിടെ ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. ഈ ബ്ലാങ്ക് സ്പേസിൽ ആദ്യം നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സോ ഇതിൽ ക്രിയേറ്റിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ആവും. സോ ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ ഒരു ഹെറാർക്കി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നമ്മളൊരു വലിയ പ്രൊജക്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മെയിൻ ടാബിൽ തന്നെ കീപ്പ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺജസ്റ്റഡ്, നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. സോ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ വി ക്യാൻ ജസ്റ്റ് നെയിം ഇറ്റ് മെറ്റീരിയൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും നെയിം കൊടുത്താൽ മതി, കളറെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. സോ ജസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ക്രിയേറ്റിൽ ഇവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടണേ, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. സോ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇവിടെ യു ക്യാൻ ചേഞ്ച് ദ നെയിം. നമ്മൾ എന്ത് കളറാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നെയിം മാറ്റാൻ പറ്റും. സോ സപ്പോസ് ഐ വാണ്ട് ടു ഗീവ് റെഡ് കളർ. സോ ജസ്റ്റ് റെഡ് ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ആ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡറിൽ ആക്സസ് ചെയ്തിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റിൽ മെറ്റീരിയൽ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ കാണാം ഈ മെറ്റീരിയലിന് കളറ് സെയിം ഒരു ഗ്രേ കളർ തന്നെയാണ്. സോ നമ്മൾ ഈ മെറ്റീരിയൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അസെറ്റ്സിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ
റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടറിൽ അതിന്റെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മെറ്റൽ ടൈപ്പ് ആണോ അതോ സ്പെക്യുലാർ, അത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് അതിനെ മീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. സോ നമ്മൾ അതിലോട്ടൊന്നും ഇപ്പം പോകുന്നില്ല. ഇവിടെ സർഫേസ് ഇൻപുട്ടിൽ ഒരു ബോക്സ് ഉണ്ടാവും, ഒരു വൈറ്റ് ബോക്സ്. ഈ വൈറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ കളർ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ആൻഡ് ദെൻ ഈ ആ സെറ്റിൽ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു റെഡ് ബോക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ്. സീനിലോട്ട് ഇട്ടാൽ മതി. ഏത് ഒബ്ജക്റ്റ് ആണോ കളർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ഇനി ആദ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ദിസ് ഫസ്റ്റ് മെറ്റീരിയൽ, എന്നിട്ട് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സി, നമുക്ക് ഇവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റെഡിൽ പോയിട്ട് വേണമെങ്കിൽ മെറ്റൽ ടൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ആ ഒരു മെറ്റീരിയൽ ഷൈനിങ് ആവും. ഒരു ഡിഫറൻസ് ജസ്റ്റ് നിങ്ങൾ ഈ ഡിഫറൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതതിൻ്റെ റഫ്നെസ്. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? യാ, സോ നമ്മൾ ഇങ്ങനെയാണ് ഒരു മെറ്റൽ സർഫേസ് കിട്ടാനാണെങ്കിൽ ജസ്റ്റ് ആ മെറ്റീരിയൽ അസെറ്റ്സ് പോയിട്ട് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യാം. സോ റൈറ്റ് സൈഡിൽ സർഫേസ് ഇൻപുട്സ് എന്ന ഓപ്ഷനിൽ ഈ കളർ ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ താഴെ മെറ്റാലിക് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഒരു സ്ലൈഡർ ഉണ്ട്, ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ജസ്റ്റ് ഈ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്താണ്. ഓക്കെ, സോ നമ്മളിങ്ങനെയാണ് ഒരു ഇൻബിൽഡ് ആയിട്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഒരു ഗെയിമൊക്കെ ബിൽഡ് ചെയ്യുവാണെങ്കിൽ വി ഹാവ് സോ മെനി ഒബ്ജക്ട്സ് ഇൻ ദാറ്റ്. അതിൽ ഈ ജസ്റ്റ് ഒരു ക്യൂബ്, സ്ഫിയർ അങ്ങനത്തെ ഒബ്ജക്ട്സ് മാത്രമല്ല. ഓക്കെ, സോ നമ്മൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ മോഡൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
സോ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് സ്കെച്ച് ഫാബ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു സൈറ്റ് നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് സ്കെച്ച് ഫാബ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈറ്റ് കിട്ടും, സ്കെച്ച് ഫാബ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് 3D മോഡൽസ് കിട്ടുന്ന ഒരു സൈറ്റാണിത്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് നിങ്ങളൊരു, ഞാനിപ്പോൾ ഒരു സാമ്പിൾ പറയാം. ജസ്റ്റ് ടൈപ്പ് ഇൻ ഫീനിക്സ്, PHOENIX. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് വരുന്ന ഈ ഒരു ബേർഡിന്റെ ഒരു മോഡൽ ഉണ്ടാവും, ഫിനിക്സ് ബേർഡിന്റെ. സോ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇതൊരു ഫ്രീ 3D മോഡലാണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സോ യു കൻ ജസ്റ്റ് ഡൗൺലോഡ് ദിസ് ഹിയർ, ഡൗൺലോഡ് 3D മോഡൽ. ഇവിടെ GLB എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഡൗൺലോഡ്. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യേണ്ടി വരും സ്കെച്ച് ഫാബിലോട്ട്. ആൻഡ് ചിലപ്പോൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറയും. സോ ജസ്റ്റ് നിങ്ങളുടെ നെയിമും പിന്നെ എന്തെങ്കിലുമൊക്കെ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും, ജസ്റ്റ് റാൻഡം ആയിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, ഇതിലെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഫ്രീ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ ഇവിടെ ഡൗൺലോഡബിൾ എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇൻ കേസ് വേറെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ, സോ ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ മാത്രം പറ്റുന്ന, അതായത് പെയ്ഡ് അല്ലാത്തത് ഇവിടെ കുറേ ഉണ്ടാവും. ഇവിടെ ടോപ്പിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രീ ആണെന്ന് അർത്ഥം. സോ ഞാൻ ഇത് കാണിക്കുന്ന ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് വേണമെങ്കിൽ വേറെ ഡൗൺലോഡ് ചെയ്യാം. സോ ഇവിടെ GLB ഫോർമാറ്റ് ഇതുവരെ ആയില്ലേ? GLB എന്ന് പറഞ്ഞാൽ FBX ആണ് മെയിൻലി നമ്മൾ 3D മോഡൽസിന് FBX യൂസ് ചെയ്യുന്നത്. FBX അല്ലെങ്കിൽ GLBയുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പം GLBയിൽ മെറ്റീരിയൽസ് ഒക്കെ ഇൻബിൽട്ട് ആയിട്ട് വരും. ഇപ്പം നമ്മൾ ഈ ഒരു ബേർഡിന്റെ ഈ ഒരു കളേഴ്സ് കാണുന്നില്ലേ, സോ നമ്മളെ യൂണിറ്റിയിൽ അതിപ്പോൾ FBX ആണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ മേ ബി നമുക്കത് പിന്നെയും അതിൽ കയറിയിട്ട് ഒരുപാട് വേറെ വർക്ക് ചെയ്യേണ്ടി വരും, ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ GLB ആണെങ്കിൽ അതെല്ലാം ഓൾറെഡി മെറ്റീരിയൽ ഇതുപോലെ തന്നെ വരിക, അതായത് കളേഴ്സ് ഒന്നും ചേഞ്ച് ഉണ്ടാവില്ല. സോ നമുക്ക് വേറെ എക്സ്ട്രാ വർക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ഇത് ഇമ്പോർട്ട് ചെയ്താൽ അത് അങ്ങനെ തന്നെ കിട്ടും. FBXും വർക്കാവും, GLBയും വർക്കാവും. സോ നിങ്ങളിത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക. ആ ഒരു ടൈമിൽ ജസ്റ്റ് യൂണിറ്റി എടുക്കുക,
ഇവിടെ ടോപ്പിൽ വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് പാക്കേജ് മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷനിൽ പാക്കേജ് മാനേജർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. യൂണിറ്റിയിൽ ടോപ്പിൽ വിൻഡോ, അവിടെ പാക്കേജ് മാനേജ്മെന്റ്, അതിൽ പാക്കേജ് മാനേജർ. ഓക്കെ, സോ ഇതെടുത്താൽ ഇങ്ങനെ ഒരു കാണും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് വന്നിട്ടുണ്ടാവും, പാക്കേജ് മാനേജ്മെന്റ്. സോ ഇവിടെയാണ് നമ്മൾ യൂണിറ്റിൽ വേണ്ട ഒരുപാട് പാക്കേജസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു വിൻഡോ എന്നാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ലെഫ്റ്റിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ പാക്കേജ് ഫ്രം GitURL. ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ ഞാൻ ചാറ്റിലിടാം. ഇതൊന്നും അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക com.unity.cloud.glt-fast. സോ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. സോ ഇറ്റ് വിൽ ഇൻസ്റ്റാൾ GLT-fast. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന GLB ഫയൽ ആണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജ് ആണ്. ഓക്കെ, അല്ലാതെ ഇത് യൂണിറ്റി ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യത്തില്ല GLB ഫയൽസ്. സോ അത് ഇൻസ്റ്റാൾ ആയെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. പാക്കേജ് മാനേജർ ഇവിടെ ടോപ്പിൽ വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പാക്കേജ് മാനേജ്മെന്റ്, ഇവിടെ പാക്കേജ് മാനേജർ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ. സോ നിങ്ങൾ ഡൗൺലോഡ് ആയ ഫോൾഡർ എന്താ വേണ്ടത് വെച്ചാൽ മോസ്റ്റ്ലി സിപ്പ് ഫയൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് ന്യൂ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻസ്റ്റാൾ പാക്കേജ് ഫ്രം GitURL. ഇത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു കോഡ് ഇട്ടിട്ടുണ്ട്, ഒരു com.unity.cloud.glt-fast എന്ന് പറഞ്ഞിട്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, സോ ഇവിടെ അസറ്റ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ന്യൂ അസറ്റ്. ഇമ്പോർട്ട് ന്യൂ അസറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ആ ഫോൾഡർ എവിടെയാണ് എക്സ്ട്രാക്ട് ചെയ്തത് അവിടെ പോയിട്ട് ജസ്റ്റ് 3D ഒബ്ജക്റ്റ് ഇൻ കേസ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, ഫിനിക്സ് ബേർഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുക.
ഓക്കെ ആണോ? നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോയിട്ട് ജസ്റ്റ് ഈ ഒരു, ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇവിടെയാണ്, ഫീനിക്സ് ബേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ടാൽ മതി. ഓക്കെ, യു ക്യാൻ ക്രിയേറ്റ് എ സെപ്പറേറ്റ് ഫോൾഡർ ഫോർ ദിസ്. സോ ഇത് മെറ്റീരിയൽസിന് വേണ്ടി ഫോൾഡർ, ഇവിടെ മോഡൽസ് പറഞ്ഞിട്ട് ഫോൾഡർ ആക്കിയിട്ട് അവിടെ ആഡ് ചെയ്യാം. യാ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അസറ്റ്സിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇമ്പോർട്ട് ന്യൂ അസെറ്റ്. ഇമ്പോർട്ട് ന്യൂ അസെറ്റ് ചെയ്താൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഡൗൺലോഡ്സിലായിരിക്കും. അവിടെ പോയിട്ട് ഫീനിക്സ് ബേർഡ് എന്ന് പറഞ്ഞ ഒരു മോഡൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മോഡലാണോ ഡൗൺലോഡ് ചെയ്ത് ആ മോഡൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, സോ നിങ്ങളുടെ മോഡൽ ഇവിടെ ഇങ്ങനെ കാണും. സോ നിങ്ങളിത് നേരത്തെ മെറ്റീരിയൽ ഡ്രാഗ് ചെയ്തിട്ട പോലെ ജസ്റ്റ് സ്ക്രീനിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ആൻഡ് കാണുന്നില്ലെങ്കിൽ ഫോക്കസ് എഫ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ചെയ്യാം. ഇതിപ്പം നമ്മൾ നേരത്തെ ആക്കിയ ക്യൂബിനേക്കാളും അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനേക്കാളും ഒരുപാട് വലുതാണ്, അതാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇങ്ങനെയാണ് ഒരു ഗെയിം ഒബ്ജക്റ്റ് ഇങ്ങനെ ഇതിലേക്ക്, ഇപ്പൊ നമുക്ക് മോഡൽ ചെയ്ത ഒബ്ജക്റ്റ് ആവാം, ഇല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഓൾറെഡി സൈറ്റ്സിൽ ഇങ്ങനെ സ്കെച്ച് ഫയർ പോലുള്ള സൈറ്റ്സിലുള്ള മോഡൽസ് ആവാം. അങ്ങനെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മളൊരു വലിയ ഗെയിം ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു ഗെയിമിലെ എൻവയോൺമെന്റ്സും കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെയിൻലി മോഡലിംഗ് ചെയ്യാറില്ല. ബട്ട് ഈ ഒരു നോർമൽ പ്ലെയിൻ അല്ലെങ്കിൽ ക്യൂബ് ഒക്കെ ആണെങ്കിൽ ക്യാൻ ബി സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ബേർഡിന്റെ, സോ ഇതൊരു ഹെയറാർക്കി ആണ് കേട്ടോ. ഇവിടെ ഫീനിക്സ് ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഡ്രോപ്പ് ഡൗൺ കാണുന്നില്ലേ? സോ ഇത് പാരന്റ് ഒബ്ജക്റ്റ് ആണ്, അതിന്റെ താഴെയുള്ളതെല്ലാം അതിന്റെ ചൈൽഡ് ഒബ്ജക്റ്റ് ആണ്. സോ നമ്മൾ ഈ പാരന്റ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈസ്, ഓക്കെ, സൈസ് നിങ്ങൾ എക്സും വൈയും സെഡും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഈ സ്കെയിലിന്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, ഇനേബിൾ കൺസ്ട്രെയിൻഡ് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സൈസ് ചേഞ്ച് ചെയ്യുമ്പം എല്ലാം ഒരുമിച്ച് ചേഞ്ച് ആവും, യൂണിഫോംലി ചേഞ്ച് ആവും. ഈ ഒരു ബട്ടൺ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇപ്പൊ ഞാൻ വൈ ആണ് ചേഞ്ച് ആക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ദിസ്. ഓക്കെ, ഇതുവരെ കിട്ടിയില്ല എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോ, ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ?
സൈസ് ഡിക്രീസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു ബേർഡിന്റെ ആണെങ്കിൽ ഇവിടെ ബേർഡിന്റെ ക്ലിക്ക് ചെയ്യാം ഹൈറാർക്കി പോയിട്ട്. സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ഇങ്ങനെയാണോ? അത് ഇവിടെ സ്കെയിലിൽ കാണുന്നത്, ഇപ്പം സ്കെയിൽ നോക്കുമ്പം ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. -1 -1 -1 ആണെന്നല്ലേ. സോ ഇത് വൈ ആക്സിസ് ഫ്ലിപ്പ് ആയതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വൈ ആക്സിസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഡ്രാഗ് ചെയ്താൽ മതി. ഇങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് മാനുവലി യു ക്യാൻ ചേഞ്ച് ഇറ്റ്. നെഗറ്റീവ് മാറ്റിയാൽ മതി. കിട്ടിയോ? ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉദ്ദേശിച്ചത്? ലൈക്ക് ഒന്നും കാണുന്നില്ലേ? മെറ്റീരിയൽ ഒന്നും ബേർഡിനെ കാണുന്നില്ലേ? അല്ല നമ്മള് ഒരു ഗ്രേ കളറാണോ ഉദ്ദേശിച്ചത്? ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അസറ്റ്സ് പോയിട്ട് റൈറ്റ് ക്ലിക്കിൽ ഇമ്പോർട്ട് ന്യൂ അസറ്റ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത മോഡൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് കാണുന്നില്ലെങ്കിൽ മേ ബി സിപ്പ് ഫയൽ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത് എവിടെയാ നോക്കുക. ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഡൗൺലോഡ്സിൽ ഇവിടെ എൻ്റെ ഇപ്പം ഡൗൺലോഡ്സിലുള്ളത്. സോ എനിക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഒപ്പാസിറ്റി കുറവായിട്ടാണ്. ബ്രോ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലിടോ. സിപ്പ് ഫയൽ ആണെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാക്ട് കൊടുത്താൽ മതി. സിപ്പ് ഫയൽ നമുക്ക് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സ്ക്രീൻഷോട്ട് കണ്ടാലേ അത് മനസ്സിലാവും എന്താ റിയൽ ഇഷ്യൂ എന്താണ്. സോ ബ്രോ അത് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാൽ മതി, ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാൻ നോക്കിയിട്ട് കം ബാക്ക്. ഗ്രിഡ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ടോഗിൾ വിസിബിലിറ്റി ഉണ്ട്, ഇത് വെച്ചിട്ട് മാറ്റാൻ പറ്റും.
ഓക്കെ, ഗ്രിഡ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഗ്രിഡ് വിസിബിലിറ്റി മാറും. ഓക്കെ, ടോപ്പിൽ ടോഗിൾ വിസിബിലിറ്റി ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് സോ നമുക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു സ്കൈ ചേഞ്ച് ചെയ്യുന്ന കൂടി ജസ്റ്റ് പറഞ്ഞുതരാം. സോ നിങ്ങൾ വിൻഡോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റെൻഡറിങ്ങിൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വിൻഡോ റെൻഡറിങ് ലൈറ്റിംഗ്. ദിസ് വൺ. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇൻ കേസ് ഇത് ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ഇറ്റ്. ഈ ഒരു ടോപ്പില് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടാൻ പറ്റും. സോ ലൈറ്റിംഗ് വെച്ച് നമുക്ക് ഒരു എൻവയോൺമെന്റിലെ ലൈറ്റിംഗ് കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എൻവയോൺമെന്റിൽ ഇവിടെ സ്കൈ ബോക്സ് എന്നൊരു മെറ്റീരിയൽ ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്കൈ മാറ്റുന്നത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോൺ എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇപ്പോൾ ഉള്ള എൻവയോൺമെന്റ് പോകും. ദിസ് വൺ സ്കൈ ബോക്സ് മെറ്റീരിയൽ. സോ നമുക്ക് വേണമെങ്കിൽ വേറെ സ്കൈ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ അതിനെന്താ വേണ്ടത് വെച്ചാൽ ലൈറ്റിംഗ് ഇട്ടാണെങ്കിൽ വിൻഡോയില് റെൻഡറിങ് അവിടെ ലൈറ്റിംഗ്. ഓക്കെ, ലൈറ്റിംഗ് കിട്ടിയാൽ അത് ഇങ്ങനെ ഉണ്ടാവാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ടോപ്പിൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. സോ നിങ്ങൾ സ്കൈ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി നേരത്തെ പറഞ്ഞ സ്കെച്ച് ഫാബ് പോവാം, ഇല്ലെങ്കിൽ യൂണിറ്റിയുടെ തന്നെ ഒരു സൈറ്റ് ഉണ്ട്, നമ്മൾ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങളിവിടെ പാക്കേജ് മാനേജർ മൈ അസെറ്റ്സ്. ഓക്കെ, നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ യൂണിറ്റി അസെറ്റ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. യൂണിറ്റി അസെറ്റ് സ്റ്റോർ. സോ ഇത് യൂണിറ്റിയുടെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള അസെറ്റ് സ്റ്റോർ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് മോഡൽസും മെറ്റീരിയൽസും കിട്ടും. ബട്ട് സ്കെച്ച് ഫാബ് ഈസ് അനദർ വൺ. ഇത് യൂണിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ സെർച്ച് ചെയ്യാം സ്കൈ ബോക്സ് എന്ന്. ഓക്കെ, ഇവിടെ ഫ്രീ എന്ന് കാണിക്കുന്ന സ്കൈ ബോക്സസ് യു ക്യാൻ ഡൗൺലോഡ് ദ. നിങ്ങൾക്ക് മേ ബി സൈൻ ഇൻ വരും സംടൈംസ്. സോ ഇവിടെ ആഡ് ടു മൈ അസെറ്റ്സ് എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട സ്കൈ ബോക്സ് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക, then add to my assets. സോ കുറച്ച് ടൈം എടുക്കും.
ഓക്കെ, സോ ജസ്റ്റ് ആഡ് ടു മൈ അസറ്റ്സ് ക്ലിക്ക് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഇവിടെ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ ഓപ്പൺ ഇൻ യൂണിറ്റി എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂണിറ്റിലോട്ട് പോകാൻ പറ്റും. സോ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഫാന്റസി സ്കൈ ബോക്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർഫേസ് വരും. സോ ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. സോ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു സ്കൈ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ സംടൈംസ് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ചില പ്രൊജക്ടിന്റെ ചില മോഡൽസ് അല്ലെങ്കിൽ ചില സ്കൈ ബോക്സ് ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പം അത് ചിലപ്പം നമ്മളുടെ പൈപ്പ് ലൈൻ സെറ്റ് ആയി വരില്ല. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, 3D ബിൽറ്റിൻ 3D ഉണ്ട്, യൂണിവേഴ്സൽ ഉണ്ട്, HDRP ഉണ്ട്. അപ്പോൾ ചിലത് സപ്പോർട്ടിങ് ആയിരിക്കില്ല. സോ ഇൻ കേസ് നിങ്ങൾ കോമ്പാറ്റബിൾ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ട്രൈ അനദർ വൺ. സോ ഇത് ഞാൻ നോക്കിയിട്ടില്ല കോമ്പാറ്റബിൾ ആണോന്ന്. യു ക്യാൻ ജസ്റ്റ് ട്രൈ ഇറ്റ്. നേരത്തെ പാക്കേജിന്റെ ലിങ്ക് ഏത് പാക്കേജാ? സോ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇമ്പോർട്ട് കൊടുത്താൽ മതി. ഓക്കെ, കുറച്ച് ടൈം എടുക്കും, ബട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് പറഞ്ഞു കൺവേർഷൻ. ഇവിടെ വിൻഡോയില് റെൻഡറിങ്ങില് റെൻഡർ പൈപ്പ് ലൈൻ കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് അത് മോസ്റ്റ്ലി നമ്മൾ ബിൽറ്റിൻ എന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്. HDRP എന്ന് URP-ലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് മേ ബി നോട്ട്. സോ മോസ്റ്റ്ലി ബിൽറ്റിൻ നമ്മൾ ഹെറാർക്കി അങ്ങനെയാണ്, ബിൽറ്റിൻ URP HDRP എന്നുള്ളത്. ബിൽറ്റിൻ ആണെങ്കിൽ നമ്മളിപ്പം സെലക്ടഡ് ആയിട്ടുള്ള URP ആണെങ്കിൽ ബിൽറ്റിൻ നമ്മൾ URP-ലോട്ട് ചെയ്യാൻ പറ്റും. HDRP എന്ന് പറഞ്ഞാൽ അതിലും മുകളിലാണ്. അപ്പോൾ സോ വി കാൺട്ട് ഡയറക്ട്ലി ഡു ദാറ്റ്. ഇവിടെ വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ബിൽറ്റിൻ ടു URP ആണ് ചെയ്യണമെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്കൈ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അസറ്റ്സിൽ ഫാന്റസി സ്കൈ ബോക്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അവിടെ വിൽ ഹാവ് സീൻസ് അല്ലെങ്കിൽ ക്യൂബ് മാപ്സ് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത സ്കൈ ബോക്സ് ആണ്. ജസ്റ്റ് ഡ്രാഗ് ആയിട്ട് ഈ ഒരു സർക്കിൾ ആയിട്ടുള്ള ബോക്സസ് ഡ്രാഗ് ആയിട്ട് ഇവിടെ ഇട്ടാൽ അത് ഓക്കെ. കിട്ടിയോ? ജസ്റ്റ് കിട്ടിയാൽ ഒന്ന് മെസ്സേജ് ഇടോ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ചോദിക്കണേ. ഓക്കെ, സോ ആരും ഒന്നും അറിയുന്നില്ല. ഐ തിങ്ക് കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. സോ ഇന്നത്തോടെ ഒരു ബേസിക് എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാൻ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ജസ്റ്റ് റിപ്ലൈ തരൂ. ഓക്കെ. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ. വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ ഐ വിൽ ഓൾസോ ടെൽ അബൌട്ട് ജിറ്റബ്. ജിറ്റബിൽ എങ്ങനെയാണ് റിപ്പോ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മളെ യൂണിറ്റി 6 ആണെങ്കിൽ ന്യൂ ഇൻപുട്ട് സിസ്റ്റം ആണ്. ഓക്കെ, സോ നിങ്ങൾ ജിറ്റബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ജിറ്റബ് ഓപ്പൺ ചെയ്യാം. സോ ജിറ്റബിൽ ഇവിടെ ഫയലിൽ ജസ്റ്റ് ന്യൂ റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് നെയിം യുവർ റെപ്പോസിറ്ററി. ആൻഡ് ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അവിടെ ഫയലിൽ പോയിട്ട് ഇവിടെ നമുക്ക് യൂണിറ്റിയുടെ ഫയൽസ് ആഡ് ചെയ്യണം. സോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഫയൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് യൂണിറ്റി ഹബ് എടുക്കുക. ഹബ് എടുത്തിട്ട് ഇവിടെ നമ്മൾ റീസെന്റ് പ്രൊജക്ട്സ് ഉണ്ടാവും. ഇവിടെ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ഷോ ഇൻ എക്സ്പ്ലോറർ. ഷോ ഇൻ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ലൊക്കേഷനിലോട്ട് പോകും. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് അസെറ്റ്സ്, പാക്കേജസ്, പ്രൊജക്ട് സെറ്റിങ്സ്, ഈ 3 ഫയൽസ് ഇത് നിങ്ങളുടെ റെപ്പോ ഫോൾഡറിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾ പബ്ലിക് ആക്കിയിട്ടിടണം. ഐ തിങ്ക് അതൊരു ടാസ്ക് ആണെന്ന് തോന്നുന്നു ജിറ്റബിൽ എളുപ്പമായിട്ട് ആഡ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഐ തിങ്ക് ഇന്നത്തേക്ക് നിങ്ങൾ ജിറ്റ് ഇഗ്നോറിൽ യൂണിറ്റി കൊടുക്കണം. അതില്ലെങ്കിൽ അൺനെസസറി ഫയൽസ് ആഡ് ആവും. അതായത് ഇവിടെ ന്യൂ റെപ്പോസിറ്ററിയിൽ ഇവിടെ ജിറ്റ് ഇഗ്നോറിൽ യൂണിറ്റി. ഓക്കെ, ഇല്ലെങ്കിൽ ലാർജ് ഫയൽസ് ആകും. ഒരു 5000 എക്സ്ട്രാ അൺവാണ്ടഡ് ഫയൽസ് ആഡ് ആവും. ജിറ്റിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ആൻഡ് ഐ തിങ്ക് നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ നിങ്ങളെ നാളത്തേക്കുള്ള ടാസ്ക് ഐ തിങ്ക് യു ക്യാൻ ജസ്റ്റ് ഇതുപോലെ ഒരു വേറെ എന്തെങ്കിലും ഒരു മോഡൽസ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് കാണിച്ചു തന്നല്ല, വേറെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഈ പാക്കേജ് നിങ്ങൾ ജസ്റ്റ് ജിറ്റബിൽ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ആനിമേഷൻ. ഇതിന്റെ ഈ ഒരു എൻവയോൺമെന്റിൽ എങ്ങനെ ആനിമേഷൻ കൊടുക്കാന്നുള്ളത് ജസ്റ്റ് നോക്കും. ആൻഡ് ടൈം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ലൈറ്റിങ്ങും കാര്യങ്ങളും നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായോ? ഒരു റിപ്ലൈ തരുമോ? ഓക്കെ, പിന്നെ ഞാൻ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റോ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഞാൻ യൂഷ്വലി ഓഫ്ലൈൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, ഓൺലൈൻ സെഷൻസ് കുറവാണ്. ആൻഡ് നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ. സോ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നത്. കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം തോന്നിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ്.
ഓക്കെ, താങ്ക് യു.